ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ടു E3 ജനറേഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലാംബ് റിബ്സിൻ്റെ ബേക്കിംഗ് ആണ്. മട്ടൻ്റെ റിബ്സ് അതിൻ്റെ ഒരു ബേക്കിംഗ് ചെയ്യാൻ പോവാണ്. റിബ്സ് എന്ന് പറയുമ്പോൾ വാരിയെല്ല് എന്ന് പറയില്ലേ, അതാ സംഭവം കേട്ടോ. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഫുൾ 2 ടീസ്പൂൺ ഫുൾ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്, കാരണം ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗരം മസാല, കുറച്ച് മതി ഗരം മസാല. ഇത് ഇച്ചിരി ജീരകപ്പൊടി, ഇത് കുറച്ച് മല്ലിപ്പൊടി. ജീരകപ്പൊടി മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ നമ്മൾക്ക് ഇന്ത്യൻ സ്പൈസസ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് മല്ലിപ്പൊടി ജീരകപ്പൊടി കുറച്ച് മതി, സീസണിങ്ങിന് വേണ്ടി മാത്രം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് നമ്മളുടെ ജാതിക്കയാണ്, ജാതിക്ക കുറച്ച്, അധികം വേണ്ട. ഞാനൊരു ഇത്തിരി ചിരണ്ടി എടുക്കുന്നുണ്ട്, ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് വേണം. ഞാൻ അതിന് പകരം ഇവിടെ കേർഡ് ഓർ ലെമൺ ജ്യൂസ് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ, നിങ്ങൾ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത്. ഒലിവ് ഓയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതൊരു 1 ടേബിൾ സ്പൂൺ ഫുൾ എടുക്കുക. കാരണം മട്ടണിൻ്റെ നെയ്യ് ഉണ്ടാവും. എന്നാലും നമ്മൾ കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. സെപ്പറേറ്റ് ഒന്നുമില്ല, ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് ആ കേർഡ് ഒഴിക്കുക, കേർഡ് ഓർ ലെമൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ ഈ ഓയിലും കൂടെ ഒഴിക്കുകയാണ്, എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്, പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഒത്തിരി ഇല്ല ബേക്ക് ചെയ്യാൻ. കാരണം ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇത് ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിന്നത് കുക്കറിൽ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. മിക്സിങ് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾക്ക് ഓരോ റിബ്സിലും തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ആക്ച്വലി വെള്ളം ഒട്ടും ഇല്ലാതെ എടുക്കണം. അത് നിങ്ങളൊരു തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ വെള്ളം ഒന്ന് തുടച്ച് കളയാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തുടച്ചെടുക്കുന്നില്ല, ബട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ഇതെടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് എത്ര മണിക്കൂർ നിങ്ങൾക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാവോ അത്രയും വെക്കുക. ഇതിപ്പോൾ നമ്മളെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മാരിനേഷന് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. സോ മാക്സിമം 4 hours എനിക്കിപ്പോൾ വെക്കാനുള്ള ടൈം ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും മണിക്കൂർ നിങ്ങൾ വെക്കുമ്പോൾ പുറത്ത് വെക്കാതെ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആൻഡ് രാത്രി മുഴുവൻ നിങ്ങൾക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഓൾസോ ബേക്കിംഗ് ആണ് കൂടുതൽ ടേസ്റ്റിയർ. ബട്ട് ഇന്ന് ഞാനിത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പം മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി അതൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത്. ഈ മട്ടൺ നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിക്കാൻ പോവുക. അതിലേക്ക് ഇത് നിരത്തി വയ്ക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിതിനെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റവിലേക്ക് വെക്കാൻ പോവുക. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്കിത് തിരിച്ചു മറിച്ച് ഒന്നുകൂടെ ഇട്ടിട്ട് മൂടി വെച്ചൊരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വൺ സൈഡ് ഒന്ന് കുക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 മിനിറ്റ് ഇട്ട് വേവിച്ചു. ഇതൊന്ന് ഞാൻ മറിച്ചിടാൻ പോവാണ്.
എല്ലാം നമ്മൾ മറിച്ചിട്ടു. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിക്കാം. അതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ നമ്മളുടെ മട്ടൺ റിബ്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ നിന്ന് തന്നെ എടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല മസാലയും ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഞാനൊരു 25 മിനിറ്റ്സ് കൊടുത്തിട്ടുള്ളൂ വേവിക്കാൻ. ശരിക്കും പിടിച്ചു. ഏതാണ്ട് ബേക്ക് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.